പക്ഷെ എന്നിട്ട് നരേന്ദ്രമോദി ഏകദേശം 700 റാലികളാണ് നടത്തിയിട്ടുള്ളത്. ഇന്നലെ ഞാൻ 300 റാലി എന്ന് പറഞ്ഞു. അതെന്റെ ഭാഗത്തുനിന്നുണ്ടായ നമ്മുടെ ചിന്താചരവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടപ്പശ കാട്ട് കണ്ടാൽ മതി. ഈ 700 റാലി നടത്തിയതിൽ അദ്ദേഹം എത്ര സമയം സംസാരിച്ചു കാണും? ഒരുപാട് സമയം സംസാരിച്ചു കാണും. 30-33 ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അതിൽ എല്ലാത്തിലും കൂടെ തന്നെ ഏകദേശം ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ മാത്രമാണ് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ വിഘടനവാദ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം, ഇതൊക്കെ പറയുന്നത്. ബാക്കി ഇത്രയും സമയം നരേന്ദ്രമോദി പറയുന്നത് നരേന്ദ്രമോദി നടത്തിയ വികസനത്തെക്കുറിച്ചും പാവങ്ങളിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത് എന്നൊക്കെയാണ്. നമ്മുടെ വിഷയം അതൊന്നുമല്ല, അത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ്, അത് അവിടെ നിന്നോട്ടെ. എങ്കിലും ഈ ഒരു ചെറിയ കാര്യമെടുത്ത് നരേന്ദ്രമോദി ഈ പറയുന്ന ഈ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം, മറ്റ് രാഷ്ട്രീയ ഈ കാര്യങ്ങളൊക്കെ മോദി പറഞ്ഞു, ഓക്കെ പറഞ്ഞു, അവിടെ ഇരുന്നോട്ടെ. ഇത് മോദിയുടെ ആ വാക്ക് കോൺഗ്രസ് ഏറ്റെടുത്ത് കോൺഗ്രസ് അത് ചർച്ച ചെയ്യും. മോദി പറയുമ്പം ഇപ്പോൾ ഒരു 100 പേരിലേക്കാണ് എത്തുന്നതെങ്കിൽ കോൺഗ്രസും കോൺഗ്രസിന്റെ മാധ്യമങ്ങളും കൂടെ ചർച്ച ചെയ്ത് അത് രാജ്യത്തെ ജനങ്ങളിലോട്ട് മുഴുവൻ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മോദി പറയുന്ന ഈ വിഷയം ഈ കോൺഗ്രസ് ഇങ്ങനെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, പല വിഷയങ്ങളും പല കാര്യങ്ങളും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇന്ത്യ മുന്നണി 2-ാം തീയതി അരവിന്ദ് കെജ്രിവാൾ അകത്തോട്ട് പോകാൻ പോവുകയാണല്ലോ. ഇപ്പൊ എനിക്ക് വയ്യ എന്നൊക്കെയാണ് പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ അകത്തോട്ട് പോകുന്നതിന് മുമ്പേ കെജ്രിവാൾ ഓടി നടന്ന് പ്രചരിപ്പിക്കുന്നത് അമിത്ഷാ പ്രധാനമന്ത്രിയാവുന്നതാണ്. കെജ്രിവാൾ പറയുന്നത് എന്തായിരുന്നാലും NDA തന്നെ വരും എന്നുള്ള സാഹചര്യമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് പറ്റി ഇവർക്ക്? നരേന്ദ്രമോദിയുടെ വാക്കുകൾ മോദി ഉദ്ദേശിക്കുന്നതിന് നല്ല രീതിയിലാണല്ലോ ഇവർ പ്രചരിപ്പിക്കുന്നത്. അതെ, ഇവർക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതുവരെയും നരേന്ദ്രമോദിയും BJP ഇവർക്ക് മനസ്സിലായിട്ടില്ല, RSSനെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. നരേന്ദ്രമോദി ഇവർക്ക് 10 കൊല്ലമായി നരേന്ദ്രമോദി. അതിനു മുമ്പ് ഗുജറാത്തിലും നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരുദ്ദേശിക്കുന്ന കാര്യമേ ആയിരിക്കത്തില്ല നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുദ്രാവാക്യം ജനം ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ജനം കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് വിജയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2024 തെരഞ്ഞെടുപ്പിന് അവരൊരു മുദ്രാവാക്യം 370+, 370 BJP, 400-നപ്പുറം NDA. ഈ മുദ്രാവാക്യം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 6 മാസം മുമ്പ് ഇവർ എയറിൽ വിട്ടായിരുന്നു. അന്ന് മുതൽ ചർച്ചയാണ്. ചർച്ചയെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ചർച്ച ചെയ്യുന്നത് BJP അധികാരത്തിൽ വരും 370 കാണും. അപ്പോൾ അതൊരു സാധാരണ ചർച്ച. കോൺഗ്രസ്സുകാരൻ പറയും 370 ഒരു കാരണവശാലും 400 സീറ്റിനപ്പുറം ഒന്നും കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി. അപ്പം ഇതിന്റെ അർത്ഥം എന്തുവാ? ഈ കോൺഗ്രസ്സുകാരൻ പറഞ്ഞ അധികാരത്തിൽ വരുമെന്നുള്ള ഉദ്ദേശത്തിലല്ല, അത്രയൊന്നും പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പം BJP അധികാരത്തിൽ വരും. ഇത് ഇവരെ കൊണ്ട് തന്നെ പറയിച്ചു മോദി. ഇന്ത്യയിലെ ഇങ്ങ് കേരളം തൊട്ട് അങ്ങ് കാശ്മീർ വരെ പറയിച്ചു ആ മുദ്രാവാക്യം. അത് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം NDTVക്ക് അദ്ദേഹം കൊടുത്ത ഒരു ചാനലിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എൻ്റെ മുദ്രാവാക്യം ഞാൻ ഏറ്റെടുക്കുന്നതിനേക്കാട്ടി കൂടുതൽ പ്രതിപക്ഷം ഏറ്റെടുത്തു, എൻ്റെ കുഴപ്പമാണോ? അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം NDTV, അദ്ദേഹം ആർക്ക് ഇന്റർവ്യൂ, ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ 700 റാലി എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. 700 റാലി അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കഴിയുമ്പോഴത്തെ 700 ഇഷ്ടം റാലിയാണ് നരേന്ദ്രമോദി മാത്രം. അപ്പൊ അവരുടെ പ്രചരണ തന്ത്രം 400-നപ്പുറം പോകണമെന്ന് തന്നെയാണ് മനസ്സിരിക്കുന്നത്. 700 റാലി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഞാൻ ചുമ്മാ ജസ്റ്റ് പറഞ്ഞു, ഈ ടോപ്പിക് അല്ല, EVM ഹാക്ക് ചെയ്യുന്നു പറയുന്നത്. EVM ഹാക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ഇത് കേട്ടണം, അദ്ദേഹം ഇന്റർവ്യൂവിനകത്ത് NDTV എടുത്ത് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മകൾക്ക് 95 മാർക്കുണ്ട്, നിങ്ങളുടെ അയൽവാസിയുടെ മകൾക്ക് 35 മാർക്കുണ്ട്. ആദ്യത്തെ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ അവർക്ക് 35 മാർക്ക്, നിങ്ങളുടെ മകൾക്ക് 95 മാർക്ക്. അടുത്ത ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ മകൾക്ക് 65 മാർക്ക് മതിയെന്ന് നിങ്ങൾ പറഞ്ഞു വിടാറുണ്ട്. 95-നപ്പുറം പോകണം, 100 മാർക്ക് വരെ ഉള്ളപ്പോൾ 100 പോകണം. ഞാനതേ പറഞ്ഞുള്ളൂ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 303 സീറ്റുണ്ട്, എനിക്ക് ഈ പ്രാവശ്യം 370 സീറ്റ് വേണം. അതായിരുന്നു എന്റെ സ്ട്രാറ്റജി. അത് കിട്ടത്തില്ലയോ എന്നുള്ള കാര്യം ജനം ഇലക്ഷനിലൂടെ എനിക്ക് തെളിയിച്ചു തരും. അപ്പം ഇത് 2014 സംഭവിച്ചിട്ടുണ്ട്. 2014 അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഏറ്റെടുത്തത് പ്രതിപക്ഷം തന്നെയാണ്. അദ്ദേഹം മോശക്കാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം നരാധീപനാണ്, മറിച്ചൊന്നും ഇദ്ദേഹം അന്നേരം അവതരിച്ചതെന്ന് പറഞ്ഞാൽ, സാധാരണക്കാരനാണ് ഞാൻ OBC-കാരനാണ്, എനിക്കെന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ സാധിക്കത്തില്ലയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ജനത്തിന്റെ മുമ്പിലൊക്കെ വന്നേ. ഞാനൊരു ചായക്കടക്കാരന്റെ മകനാണ്, എനിക്കെന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ സാധിക്കത്തില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വന്നു. ഞാനൊരു OBC-കാരനാണ്, ഇവിടുത്തെ 60% വരെ സാധാരണക്കാരൻ്റെ ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ എന്താണ് കുഴപ്പം? അപ്പൊ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ OBC-കാരനാവുകയും വേണം. ഇതിനു മുമ്പുള്ളവരെല്ലാം OBC ആയിട്ടുള്ളവർ വന്നിട്ടുള്ള വരെ വിരളമല്ലേ. ഈ ഒരു മുദ്രാവാക്യം പടർന്നു, ഇന്ത്യയിൽ മൊത്തം പടർന്നു. അപ്പം ആ പടർച്ച കൊണ്ട് അദ്ദേഹത്തിന് OBC വോട്ടുകൾ BJP കിട്ടി തുടങ്ങി നരേന്ദ്രമോദി വന്നതിന് ശേഷം. UP-ലെ OBC മൊത്തം ഇപ്പം നരേന്ദ്രമോദിയുടെ ഇവരുടെ കൂടാണ്. ഇതിനകത്തൊക്കെ വലിയ സാധനം നമ്മളീ പറയുന്ന പോലെയല്ല. അതിനുശേഷം 2019 പക്ഷെ പുള്ളി വിളിക്കുന്ന സവർണ ഫാസിസ്റ്റ്. അതെ, 2019 മുദ്രാവാക്യം എന്തായിരുന്നു?
മേ ബി ചൗക്കീദാർ കയറി പിടിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ കാവൽക്കാരൻ, ഒറ്റയടി അന്തരീക്ഷത്തിലോട്ട് വിട്ടു, കയറി അങ്ങ് പിടിച്ചു ചൗക്കീദാർ ചോർഗെ, ചൗക്കീദാർ ചോർഗെ. ഈ മണ്ടന്മാർ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മുദ്ര മേ ബി ഞാൻ ഇന്ത്യയുടെ കാവൽക്കാരൻ. ഈ ചൗക്കീദാർ ചോർഗെ എന്ന് പറയുന്നത് അവസാനം ഇത് ഈ പറഞ്ഞതുപോലെ മുദ്രാക്കി അന്തരീക്ഷത്തിലോട്ട് ഇട്ട് കൊടുത്തു. റാഫേൽ ഇടപാടായിരുന്നല്ലോ ഒന്ന്, അതിനകത്ത് അദ്ദേഹം മൂട്ടിച്ചു എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു അദ്ദേഹം കുറ്റക്കാരനല്ല, തെളിവില്ല. ഇതുകൂടെ ഇലക്ഷനായി. സുപ്രീം കോടതി കണ്ടമഴി ഓടിച്ചു. അദ്ദേഹം പറഞ്ഞ ഈ പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് പ്രധാനമായിട്ടുള്ളത് രാഹുൽ ഗാന്ധി എന്നല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹം ഈ ചൗക്കീദാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മൊത്തം നടന്നു. അത് മോദി ഒരു വട്ടം പറഞ്ഞു, പിന്നെ മൊത്തം പറഞ്ഞ പ്രതിപക്ഷമായിരുന്നു. ഇത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. 2024 സംഭവിച്ചിരിക്കുന്ന കാര്യം അതാ. ഈ ഒരു മുദ്രാവാക്യമായിരുന്നു പ്രധാനമായിട്ട് ഇതിന്റെ പ്രചരണമായിട്ട് മുന്നോട്ട് വന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. 38-39 ചാനലിൽ ഇപ്പോൾ ഇന്റർവ്യൂ കൊടുത്തു. ഇപ്പൊ തന്നെ ഇവിടെ സിന്ധു സൂര്യകുമാറൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ ഏഷ്യാനിൽ? എന്തൊരു ഈ മോദിയെ കാണുന്നതിന് മുമ്പ് എന്തൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾ മോദിയെ കണ്ട ചോദിക്കുമ്പോൾ മോദിയുടെ മുമ്പ് ഇരുന്നിട്ട് ഒന്നും ചോദിച്ചില്ലല്ലോ. എന്തും ചോദിക്കാൻ അതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. നരേന്ദ്രമോദി എവിടെ ചോദിച്ചല്ലോ ഒരു ചാനലിനകത്ത് സന്ദീപ് വാര്യർ ചോദിച്ചല്ലോ, വല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നോ? മാതൃഭൂമി ചാനൽ തന്നെ ഒന്നുമില്ല. എന്നിട്ട് എന്താ ചോദിക്കാൻ പറ്റാത്തെ? ചോദിക്കണമെങ്കിലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞില്ലേ, മുഖത്ത് നോക്കി ഒരു കാര്യം ചോദിക്കണമെങ്കിൽ, മുഖത്തോട്ട് നോക്കണമെങ്കിൽ ആ പ്രകാശത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ഇപ്പുറത്തിരിക്കുന്നതിന് വേണം. മനസ്സിലാവുന്നുണ്ടോ? എവിടെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ ഞാൻ തന്നെ പിടിക്കൂടാ ചില ആൾക്ക് ചട്ടമ്പികളെ പറയത്തില്ല, ചട്ടമ്പി കാണാതെ അവനെ ഞാൻ കൈ കിട്ടിയ കാച്ചിക്കളയും ചട്ടമ്പിയെ കാണുമ്പോൾ എന്ന് പറയുന്നതൊക്കെ നരേന്ദ്രമോദി. അപ്പം നരേന്ദ്രമോദി ഇന്ത്യയിലുടനീളം നടത്തുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. അപ്പം അത് നരേന്ദ്രമോദി കുറ്റം എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്ത്രമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ BJPക്ക് ഒരു ഗ്രിപ്പും ഇല്ലാത്ത സമയത്തും കേന്ദ്രത്തിലെ BJP കേരളത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇവിടെ LDF UDF കൂടെ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു. LDF UDF കൂടെ ഇവിടുത്തെ കോർഡിനേഷൻ ഒരു പരിധി വരെ ഉണ്ടാക്കി. ഒന്ന്, ബീഫിന്റെ കാര്യം. 20 സംസ്ഥാനത്ത് ഈ ബീഫ് നിരോധിച്ചത് കോൺഗ്രസ് ആണ്. 5 സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള BJP നിരോധിച്ചത്. ഈ ബീഫ് എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ വലിയൊരു പശു, ഒരു വലിയ ആരാധന വികാരം തന്നെയാണ്. അത് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബീഫ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ പശു ഒരു ആരാധന. ഗാന്ധിയെ തൊട്ടിട്ടില്ല. ഇതിവിടെ കൊണ്ടിട്ട് കൊടുത്തു. ഇവിടുത്തെ DYFIക്കാരൻ ബീഫുമായിട്ട് ഇറങ്ങി. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ പശുവിനെ റോഡിൽ വെച്ച് വെട്ടി. ഇവിടുത്തെ പശുവിനെ ഇറച്ചി കഴിക്കുന്ന ഹിന്ദുക്കൾക്ക് പോലും വികാരം ഉണ്ടായി, കോർഡിനേഷൻ ഉണ്ടായല്ലോ. ഇത് ഒരു വികാരം ഉണ്ടായാൽ പെട്ടെന്ന് പ്രസരിക്കത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് ശബരിമലയുടെ യഥാർത്ഥത്തിൽ RSSന്റെ തത്വം എന്താണെന്നറിയോ? ഹിന്ദു അല്ലെങ്കിൽ നമ്മൾ ഈ ആൺപെൺ വ്യത്യാസമൊന്നും RSSനില്ല. അവർ കയറുന്നതിനാണ്. പക്ഷെ അവിടെ വന്നപ്പോഴത്തേനും അതിന്റെ വികാരം വ്യത്യാസം ഒന്നുകൊണ്ട് അവരത് മാറ്റി. ആ വികാരം ആളി കത്തിച്ചു. നിങ്ങൾ പറയും അടുത്ത പ്രാവശ്യം വോട്ട് കോൺഗ്രസിനാണ് കിട്ടിയത്. പക്ഷെ ആ വികാരം കത്തിയ ഒരു സാധനം, ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക അന്തരീക്ഷത്തിൽ. അതിനകത്ത് പണി ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ്. ഇങ്ങനെ ഇപ്പൊ ഇവിടുത്തെ ധ്രുവീകരണം എത്രത്തോളം? ഹിന്ദു വികാരം കേരളത്തിൽ പണ്ടുള്ളതിനെക്കാട്ടി മെച്ചമായോ? അല്ലെങ്കിൽ ഒരു BJP വികാരം മെച്ചമായോ? വോട്ട് ചെയ്യാൻ ഒരു അവസരം വന്നാൽ, BJP ജയിക്കുന്ന ഒരു അവസരം വന്നാൽ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും BJP തരത്തില്ല. ഞാൻ പറഞ്ഞു. അപ്പൊ ഈ രീതിയിൽ രാഷ്ട്രീയത്തിനകത്ത് പയറ്റുന്ന പയറ്റ്, അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങൾ, RSSന്റെ ബുദ്ധികൾ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടിക്കില്ല. അത് ഒരു ശകലം പോലും അറിവില്ലാത്ത രാഹുൽ ഗാന്ധിക്കില്ല. അത് ഏറ്റെടുത്തുകൊണ്ട് നടന്ന് അവരെ വിജയിപ്പിച്ചു. ഏറ്റെടുത്തുകൊണ്ട് നടന്ന് അവരെ വിജയിപ്പിച്ചു മുന്നോട്ട് പോകും. അവർക്ക് 24 മണിക്കൂറും അല്ലെങ്കിൽ അതിനകത്ത് 7 ദിവസത്തെ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം. നരേന്ദ്രമോദി നമ്മൾ എങ്ങനെ നേരിടും? നരേന്ദ്രമോദി എന്റെ പൊന്നെ ധനുഷിനെ ഇപ്പൊ എനിക്ക് ഒരു രീതിയിലും കൈകാര്യം ചെയ്യാനൊക്കത്തില്ല. ധനുഷിന്റെ കൂടെ ചേർന്ന് നടക്കുന്നുള്ളതല്ലേ. ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നടക്കാൻ. രാഹുൽ ഗാന്ധിക്ക് മോദിയുടെ കൂടെ ചേർന്ന് രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ എന്ത് ചെയ്യും? ആ കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാനൊക്കത്തില്ല. അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തതാണ്. കാരണം രാഹുൽ ഗാന്ധിയിൽ ഈ പറഞ്ഞതുപോലെ ധനുഷ് പറയുന്ന പോലെ പഴയ പ്രതീക്ഷയോ കോൺഗ്രസിൽ പഴയ പ്രതീക്ഷയൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഈ സാധനം തുറച്ചു നീക്കപ്പെടത്തില്ല. കാരണം ഇവർ കൊണ്ടുവന്ന ഇന്ത്യ മഹാരാജ്യത്ത് 55 കൊല്ലം ഇവർ ഭരിച്ചു. ആ 75 കൊല്ലമായി ഇവർ ഈ നെഹ്റു, ഇന്നലെ അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായിരുന്നല്ലോ, ഇദ്ദേഹം കൊണ്ടുവന്ന ഏകാധിപത്യ സംവിധാനം അല്ലെങ്കിൽ കുടുംബാധിപത്യ സംവിധാനം, ഇത് ഈ നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം അവിടുന്ന് വ്യാപിച്ചതാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പൊ ലാലുവിന്റെ കുടുംബം അല്ലെങ്കിൽ എല്ലായിടത്തും നോക്കിയോ നിങ്ങൾ? രാഹുൽ ഗാന്ധിക്ക് വിഡിത്തയാൾ പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പറയാമോ? ഇപ്പൊ തന്നെ ഇതിനകത്ത് ഈ ചർച്ചയ്ക്കകത്ത് ഏറ്റവും അവസാനം ഒരു കാര്യം കൊണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം എന്നെ നിയോഗിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പൊന്നെ, ഇവിടുത്തെ സന്യാസിമാരെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു നിയോഗമാണ്, എനിക്ക് ചിലത് ചെയ്യാനുണ്ട്.
അപ്പം അത് എന്നിൽ കൂടെ പ്രവർത്തിക്കുന്നു. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാ, ശ്രീനാരായണ ഗുരു പറഞ്ഞതാ. ഇതിനെ കളിയാക്കുമ്പോൾ അവസാനം കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് മുമ്പ് കാവ്യ കൊടുത്തോണ്ട് ഗുഹ പോയി ഇരുന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതോടുകൂടി അടമ്പലങ്ങ് പോയി. എന്ന് വെച്ചാൽ ഇതിനൊക്കെ വേറെ അർത്ഥമുണ്ട്. ഇതിപ്പോ ഇതിന്റെ പുറകെ കയറി പിടിക്കും പ്രതിപക്ഷ പാർട്ടി. ഇതിന്റെ പുറകെ കയറി പിടിക്കുമ്പോൾ അവസാനം നമുക്ക് പോലും മനസ്സിലാവത്തില്ല, അവസാനം അതിന്റെ റിസൾട്ട് വരാൻ പോകും. അപ്പം ശശി തരൂർ പറഞ്ഞു ദിവ്യൻ എങ്ങനെയൊക്കെ ഇവിടെ ദിവ്യന് മത്സരിക്കാനൊക്കെ ഒത്തില്ല, ദിവ്യൻ പൗരനല്ലല്ലോ. മറ്റദ്ദേഹം പറഞ്ഞു സാധാരണക്കാരനാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്താ പറയുക, സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ഈ വർത്തമാനം പറഞ്ഞെങ്കിൽ ജയിലിലിട്ടേനെയാണ്. അപ്പം ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരം അറിയാത്തതും ഇവിടുത്തെ സന്യാസിയുടെ സംസ്കാരം അറിയാത്തതുമായിട്ടുള്ള ഒരു മനുഷ്യനാണത് പറയുന്നത്. നമ്മളുടെ സംസ്കാരം അനുസരിച്ചും നമ്മളുടെ ഹിന്ദുക്കളുടെ ഒരു അല്ലെങ്കിൽ ഇതനുസരിച്ചും ഒരു ജന്മത്തിന് ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നമ്മളറിയാതെ നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതാണ്. ആ കർമ്മം തീരുമ്പോൾ നമ്മൾ മരിച്ചു പോകുന്നാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എനിക്കൊരു കർമ്മമുണ്ട്, ആ കർമ്മം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതെന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അത് അമ്മയുടെ മരണത്തിന് ശേഷം പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. അതിലേക്ക് ഞാൻ നീങ്ങുകയാണ്. മോദി പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ സന്യാസിയാണ്, സമയമാകുമ്പോൾ ഞാൻ എന്റെ ബാണ്ടക്കെട്ട് എടുത്തുകൊണ്ട് ഒരു 7 കൊല്ലം വളരെ ചെറിയ പ്രായത്തിൽ ഇല്ലായിരുന്നല്ലോ, എവിടാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ട് അത് ഹിമാലയത്തിലായിരുന്നു തന്നെ. എല്ലാ രീതിയിലും ഞാൻ അദ്ദേഹത്തിന്റെ യോഗ പോസുകൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര യോഗ പോസുകൾ കണ്ട്. അപ്പം അത് ഒരു സന്യാസിയുടെ തലത്തിലെത്തുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. അമാനുഷ്യനായ മനുഷ്യനാണ്. അത് നമുക്ക് അദ്ദേഹത്തെ ഇപ്പൊ കാണുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അതിശയം തോന്നും. നിങ്ങൾ പല കാര്യങ്ങളും അദ്ദേഹത്തെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഇത് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ട രീതിയിലാണ്. ദിവസം 4 മണിക്കൂർ മാത്രമേ ഉറങ്ങത്തുള്ളൂ. അല്ല, 4 മണിക്കൊക്കെയാണ് അതിനകത്ത് യോഗയ്ക്കകത്ത് വയസ്സായ ഒരു മനുഷ്യനാണ്. യോഗയ്ക്കകത്തൊരു ക്രിയ ഉണ്ട്. നമ്മുടെ ഈ 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി, 30 മണിക്കൂർ ഉറങ്ങുന്നതിന് തുല്യം. അതിനകത്ത് യോഗ, അതിന്റെ പേര് ഒരു ക്രിയ. അത് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഉറക്കം മനസ്സിലാകുന്നുണ്ട്. അപ്പൊ 3 മണിക്കൂർ മതി, പക്ഷെ 30 മണിക്കൂർ ഉറങ്ങുന്നതിനില്ല. അത് തന്നെ വേറെ നേരത്തെ ഇത് ഇവിടുന്ന് ഒരു യാത്ര പോയത്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയും, ഒരു യാത്ര പോയതിനെ പറ്റി ഒരു വിസ്തീർണം എന്നല്ല. 40,000 കിലോമീറ്റർ. ഇന്ന് രാത്രിയാവുന്ന സ്ഥലം നാളെ രാവിലെ ആവുന്ന സ്ഥലം, അങ്ങനെ മാറി വരും. ഇപ്പൊ ഇവിടുന്ന് പോയി അമേരിക്ക പോയാൽ രാത്രിയാണല്ലോ. അപ്പൊ നമ്മളെ പോലുള്ളവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ജ്യൂസോ അല്ലെ ഇത്ര തിരിച്ചു വന്ന് പിറ്റേന്ന് രാവിലെ 9 രാത്രി 12 മണിക്ക് വന്നിട്ട് അന്ന് ഇല്ലേ പാർലമെന്റ് മന്ദിരത്തിന്റെ പണി നടക്കുന്ന സമയം പാർലമെന്റ് സന്ദർശിച്ച്, രാത്രിയാകുമ്പോൾ സെക്യൂരിറ്റി ഒക്കെ അതിൻ്റെ പരിമിതി മതിയാണ്. അപ്പം സന്ദർശിച്ച്, സെക്യൂരിറ്റി ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല, സന്ദർശിച്ച് പിറ്റേന്ന് രാവിലെ 9 ആകുമ്പോൾ ഓഫീസിൽ വരുന്ന ആളാണ്. ഓഫീസിൽ വന്നു. അപ്പം ചില മാധ്യമങ്ങൾ എഴുതി ഇദ്ദേഹത്തിന് എന്ത് കഴിവാണുള്ളത്, ഒരു ക്ഷീണവും കാണിക്കുന്നില്ല, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്രയ്ക്ക് അമനുഷ്യനായിട്ടുള്ള മനുഷ്യന്റെ അടുത്ത് ഈ ചുമ്മാ കൂട്ടുമായിട്ട് നടക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് കാണിച്ചു തരാം. ഒന്നും കാണിക്കാനില്ല. എൻ്റെ ഒരു രീതി വെച്ച് ഞാൻ പറയണം. ഞാൻ ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പറഞ്ഞാൽ മോദി അന്നും എന്നും പുള്ളിയുടെ അജണ്ട പാസ്സാക്കുന്നത് പ്രതിപക്ഷങ്ങളെ കൊണ്ടാണ്. എന്താണ് പുള്ളി ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഇവരെ കൊണ്ട് കൂവിക്കും, അതും കൊണ്ട് പുള്ളി പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.